വീണ്ടും സ്വാഗതം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വോട്ട് പെട്ടിയിൽ എന്ത്? ഇനി നമ്മൾ പരിശോധിക്കുന്നത് പത്തനംതിട്ട മണ്ഡലമാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലം രൂപീകൃതമായത് മുതൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ്. ശബരിമല പ്രക്ഷോഭത്തിൽ കേരളം ഇളകി മറിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച മണ്ഡലങ്ങളിലൊന്നാണ്. 2009 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആന്റണി 4ാം അംഗത്തിലും വിജയം പ്രതീക്ഷിക്കുന്നു. മണ്ഡലം പിടിച്ചെടുക്കാൻ CPMന്റെ ജനകീയ മുഖമായ ഡോക്ടർ തോമസ് ഐസക്കിനെ ഇറക്കിയാണ് CPMന്റെ പരീക്ഷണം. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേക ശ്രദ്ധ പുലർത്തി. കന്നി അംഗത്തിനിറങ്ങുന്ന തോമസ് ഐസക് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് BJPയോടുള്ള അതൃപ്തിയും 4ാമതും പാർലമെന്റിൽ എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ആന്റണിക്കുള്ളത്. സംസ്ഥാന അധ്യക്ഷന് അക്കൗണ്ട് തുറക്കാനാകാത്ത A ക്ലാസ് മണ്ഡലത്തിൽ അനിൽ ആന്റണിയെ ഇറക്കിയുള്ള പരീക്ഷണം വോട്ടാകുമെന്ന് NDAയും കരുതുന്നു. നമ്മൾ പത്തനംതിട്ട മണ്ഡലത്തെ ഒന്ന് പരിശോധിച്ചാൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2021 ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ 7 മണ്ഡലങ്ങളിൽ 7ഉം വിജയിച്ചത് LDF ആണ്. രൂപീകൃതമായതു മുതൽ UDFനൊപ്പം നിൽക്കുന്ന മണ്ഡലം ഇക്കുറി എങ്ങനെ ചിന്തിക്കും? പത്തനംതിട്ടയുടെ വോട്ട് പെട്ടിയിൽ എന്താണ് എന്ന് പരിശോധിക്കാം. നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സാം ചെമ്പകത്തിൽ ചേരും. അതിനു മുൻപ് നമുക്കൊപ്പം ചേരുന്നത് കാർത്തിക് ആണ് വിവരങ്ങളുമായി. കാർത്തിക് മണ്ഡലത്തിൽ പോയി അവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്നത് ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ കണ്ട വ്യക്തിയാണ്. എങ്ങനെയാണ് പത്തനംതിട്ടയുടെ ഇപ്പോഴത്തെ സാഹചര്യം? 4ാം തവണയും വിജയം ഉറപ്പാണ് എന്നതാണ് ഇന്ന് ഡാൻ കുര്യനെ കാണുമ്പോഴും ആന്റണി പറഞ്ഞത്. ആന്റണിക്ക് 4ാം അംഗത്തിന് വെല്ലുവിളി ഉയർത്താൻ തോമസ് ഐസക്കിനോ അനിൽ ആന്റണിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ കൂട്ടലും കിഴിക്കലും കഴിഞ്ഞ് പത്തനംതിട്ടയിലെ കണക്കുകൾ എടുക്കുമ്പോൾ ഏതാണ്ട് 1437 ബൂത്തുകൾ അവിടെയുണ്ട്. ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെയുള്ള കണക്കുകൾ LDFും UDFും BJPയും എടുത്തിട്ടുണ്ട്. ഈ കണക്കുകൾ എടുത്ത ശേഷം കൂട്ടലും കിഴിക്കലിനും ശേഷം വിജയം ഉറപ്പിച്ച് പറയുമ്പോഴും LDFനും UDFനും BJPക്കും ആത്മവിശ്വാസത്തിന് അത്ര ബലം പോരാ എന്നതാണ് യാഥാർത്ഥ്യം. UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 30,000 മുതൽ 50,000 വരെയുള്ള ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നവർ കണക്ക് കൂട്ടുന്നു. അതേ ആത്മവിശ്വാസം തന്നെയാണ് LDFും പങ്കുവയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തോമസ് ഐസക് പറയുന്നത് 20,000 വോട്ടിൻ്റെ മിനിമം ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ടയിൽ ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാകും എന്നാണ് LDF ക്യാമ്പ് ഉറപ്പിച്ച് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ BJPക്ക് 2,97,000 വോട്ട്, BJP തന്നെ ഒരു പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു മണ്ഡലമാണ് പത്തനംതിട്ട. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 28% വോട്ടാണ് K സുരേന്ദ്രൻ പിടിച്ചത്. ഇത്തവണ ആ വോട്ട് ശതമാനം നിലനിർത്താൻ കഴിയുമെന്നും വിജയത്തോട് അടുത്ത് തന്നെ അത് എത്തിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ BJPയും പങ്കുവയ്ക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുന്നണികൾ എത്തിച്ചേർന്ന വിലയിരുത്തലുകളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഒന്ന്, UDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30,000-നും 50,000-നും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നവർ പറയുന്നതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, അടൂരിൽ ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ UDFന് ഉണ്ടാകും എന്നവർ കണക്ക് കൂട്ടുന്നു. അതിൽ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒന്ന്, തള്ളിപ്പറഞ്ഞെങ്കിലും SDPI വോട്ടുകളടക്കം UDFന് അനുകൂലമായി പോൾ ചെയ്തു എന്ന് അവർ കണക്ക് കൂട്ടുന്നു. ഏതാണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ മാത്രം SDPക്ക് ഏതാണ്ട് 10,000-ഓളം വോട്ടുകളുണ്ട് എന്നാണ് അവർ പറയുന്ന കണക്ക്. സ്വാഭാവികമായും അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമായി എന്നവർ വിലയിരുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം UDF അനുഭാവികളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യാൻ സാധിച്ചു എന്നൊരു വിലയിരുത്തലാണ് UDF ക്യാമ്പിന് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ K സുരേന്ദ്രന് ലഭിച്ച 28% വോട്ട് ഇത്തവണ അദ്ദേഹത്തിന് ലഭിക്കില്ല. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിലാണ് അത്രയും വോട്ട് BJPക്ക് ലഭിച്ചത്. എന്നാൽ ഇത്തവണ അത്രയും ഉണ്ടാകില്ല. സ്വാഭാവികമായും BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ സംസ്ഥാന സർക്കാരിന് എതിരായ വോട്ടുകൾ കൂടിയാണ് എന്ന് UDF ക്യാമ്പുകൾ കണക്കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു ശതമാനം വോട്ട് UDFന് തിരിച്ചെത്തും എന്നതാണ് അവരുടെ പ്രതീക്ഷ. സാധാരണഗതിയിൽ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും വലിയ തോതിലുള്ള ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് ലഭിക്കാറുണ്ട്. ഇത്തവണ പൂഞ്ഞാറിലടക്കം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് പറഞ്ഞതാണ്. പൂഞ്ഞാറിൽ അല്പം പിന്നോട്ട് പോയാലും മറ്റ് 6 മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡുണ്ടാകും എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിലടക്കം UDF വലിയ ആത്മവിശ്വാസം വച്ച് പുലർത്തുന്നു. പക്ഷേ അപ്പോഴും UDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം MPക്കെതിരായ നെഗറ്റീവ് വോട്ടുകൾ തന്നെയാണ്. ഈ ആന്റണിയോടുള്ള അതൃപ്തി
മണ്ഡലത്തിൽ വ്യാപകമായി ഉണ്ടായി എന്ന് അവർ വിലയിരുത്തുന്നു. അത്തരത്തിലുള്ള വോട്ടുകൾ ഈ പോളിംഗ് ശതമാനം കുറയാൻ തന്നെ കാരണമായോ എന്ന വിശദമായ പരിശോധനകളിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം നടന്നൊരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാരണങ്ങളാണ് ഓരോ മുന്നണിയും പരിശോധിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞതിനായി UDF ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ 50,000-ലധികം പേർ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജോലിയൊക്കെ തേടി വിദേശത്തേക്ക് പോയി, അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണം എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഏതായാലും അത്തരം ആഴത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് അവരെത്തുമ്പോഴും ആത്മവിശ്വാസം മാത്രമാണുള്ളത്. പതിവ് പോലെ ഒരു ഹാട്രിക് ജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് നാലാമതൊരു ജയം ഉറപ്പിച്ചു പറയാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ അപ്പോഴും പുറത്തു പറയുമ്പോൾ ഏതാണ്ട് 30,000 മുതൽ 50,000-ത്തിനിടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. മറ്റൊന്ന് LDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലാണ്. LDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലിലെ ഏറ്റവും പ്രധാനം 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വ്യക്തമായ മുന്നേറ്റമാണ്. ആറന്മുളയിൽ 8,000 വോട്ടിൻ്റെ വരെ ലീഡുണ്ടാകും എന്ന് LDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. കോന്നിയിൽ 10,000-ത്തോളം വോട്ടുകളുടെ ലീഡ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉണ്ടാകും എന്ന് തോമസ് ഐസക്കും അദ്ദേഹത്തിൻ്റെ LDF ക്യാമ്പും വിശ്വസിക്കുന്നു. അടൂരിലും സമാനമായ സാഹചര്യം, ഏതാണ്ട് 10,000-ത്തോളം വോട്ട്. ഇങ്ങനെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കൈ. കാഞ്ഞിരപ്പള്ളിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഈ കാഞ്ഞിരപ്പള്ളിയിൽ അടക്കം LDF ഇത്തവണ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ 2019-ൽ കേരള കോൺഗ്രസ് UDF-നൊപ്പമായിരുന്നു, ഇപ്പോൾ LDF-നൊപ്പമാണ്. ഈ 3 മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, റാന്നി അടക്കമുള്ള മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഇത്തവണ LDF-ന് അനുകൂല ഘടകമാകും എന്നവർ കണക്ക് കൂട്ടുന്നു. അത്തരത്തിൽ വോട്ടുകൾ വീണിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാകും എന്ന ഒരു ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കാൻ CPM-നെ പ്രേരിപ്പിച്ചത്. ഏതായാലും ജില്ലാ ഘടകത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളെല്ലാം LDF-ന് ആത്മവിശ്വാസം പകരുന്നതാണ്. MP-ക്കെതിരെ വികാരമുണ്ടായിരുന്നു, അതും വോട്ടാക്കാൻ സാധിച്ചു എന്നവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പെന്തക്കോസ്ത് വിശ്വാസികളുടെ അടക്കം വലിയൊരു വിഭാഗം ക്രൈസ്തവ വോട്ടും ഇത്തവണ LDF-ന് അനുകൂലമായി അവിടെ വന്നു എന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. പക്ഷേ അപ്പോഴും അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന, നേരത്തെ നമ്മുടെ UDF-ൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ LDF-നും പ്രതികൂലമായ പല ഘടകങ്ങളുമുണ്ട്. ആ മണ്ഡലത്തിലുടനീളം തന്നെ പ്രചരണ ഘട്ടത്തിലെല്ലാം തന്നെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ കിട്ടാത്തത്, അതോടൊപ്പം തന്നെ വന്യജീവി മനുഷ്യനുമായുള്ള സംഘർഷം, ഇതെല്ലാം തന്നെ ചർച്ചയായിരുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനൊരു എതിരെ ചെറിയ വികാരം ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട് എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിനിടെ നമുക്ക് ബൈറ്റ് തന്നതുമാണ്. അത്തരത്തിൽ ഉള്ള നെഗറ്റീവ് വോട്ടുകളെയാണ് അവർ ഭയക്കുന്നത്. മാത്രമല്ല പോളിംഗ് ശതമാനം കുറഞ്ഞതും, അതായത് LDF-ന് കിട്ടേണ്ട വോട്ടുകൾ, LDF-ന് ഉറപ്പിക്കുന്ന വോട്ടുകൾ എല്ലാം പോൾ ചെയ്യാൻ സാധിച്ചോ എന്ന് കണക്ക് അവരെടുത്തിരുന്നു. ഏതാണ്ട് 12,000 മുതൽ 17,000 വരെ വോട്ടുകൾ അത്തരത്തിൽ പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇത്തരത്തിൽ LDF-നെയും ഉത്കണ്ഠപ്പെടുത്തുന്ന പല കാരണങ്ങൾ പത്തനംതിട്ടയിൽ ഇത്തവണ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും പത്തനംതിട്ടയിൽ ഒരു അട്ടിമറി വിജയം ഉറപ്പിച്ച് പറയുകയാണ് LDF ഇത്തവണ. മാത്രമല്ല BJP-യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ തവണ നേടിയ വോട്ട് നിലനിർത്തുക എന്നതാണ്. 2,97,000 വോട്ടാണ് സുരേന്ദ്രൻ നേടിയത്. അത് നിലനിർത്താൻ കഴിയുമെന്ന് ആന്റണി വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം മോദി അടക്കമുള്ളവർ നേരിട്ട് പത്തനംതിട്ടയിലെത്തി നടത്തിയ പ്രചരണം, അതോടൊപ്പം തന്നെ വികസനം ചർച്ചയാക്കുന്നത്, LDF-ൻ്റെയും UDF-ൻ്റെയും നെഗറ്റീവ് വോട്ടുകൾ അനുകൂലമാകും. കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം വോട്ട് കിട്ടും എന്ന് അനിൽ ആന്റണി കണക്ക് കൂട്ടുന്നു. ഇത്തരത്തിൽ പല അനുകൂല ഘടകങ്ങളും BJP-യും കണക്ക് കൂട്ടുന്നു എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും ജയത്തോട് അടുക്കണമെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ 28%-നൊപ്പം ഏതാണ്ട് 10% വോട്ട് കൂടി BJP-ക്ക് പത്തനംതിട്ടയിൽ നേടണം. അത് ഒരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ എങ്കിൽ കൂടിയും വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുമെന്നും അത് ജയത്തോട് അടുത്ത് എത്തിക്കാൻ കഴിയുമെന്നും തന്നെയാണ്. തീർച്ചയായും ഈ മണ്ഡലം രൂപീകൃതമായത് മുതൽ UDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്, കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതാവുന്ന മണ്ഡലമാണ്. അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ എല്ലായിടങ്ങളെ സംബന്ധിച്ചും വളരെ നിർണായകമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ വളരെ കരുതി ആണ് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തോമസ് ഐസക്കും അനിൽ ആന്റണിയും എത്തിയതോടുകൂടി ഈസി വാക്ക് ഓവർ ഇല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രചരണം മുഴുവൻ കഴിഞ്ഞു, വോട്ട് പെട്ടിയിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ പത്തനംതിട്ട ഇന്നയാൾക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത തരത്തിൽ അന്തരീക്ഷം മാറിയിട്ടില്ലേ? ഇത്തവണ ആ അന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കണം. കാരണം തോമസ് ഐസക് പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഗൃഹപാഠമടക്കം നടത്തി മണ്ഡലത്തിൽ വളരെ നേരത്തെ സജീവമായിരുന്നെങ്കിൽ കൂടിയും തോമസ് ഐസക് പത്തനംതിട്ടയ്ക്ക് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തരത്തിൽ മുൻ ധനമന്ത്രിയെ തന്നെ രംഗത്തിറക്കി, CPM-ന്റെ സമുന്നതനായ നേതാവിനെ തന്നെ രംഗത്തിറക്കി വലിയൊരു വെല്ലുവിളിയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ LDF ഉയർത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലുടനീളം ഈ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും LDF-ന്റെ MLA-മാരാണ്. ഈ MLA-മാർക്കൊപ്പം ഒരു MP, അങ്ങനെ ഒരു ടീമായി പ്രവർത്തിക്കുമെന്നൊരു വാഗ്ദാനം തന്നെ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ പല
മേഖലകളിലും എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ഉന്നത ഉപരിപഠനം നേടി ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് എങ്ങനെ ജോലി ലഭ്യമാക്കാൻ സാധിക്കും എന്നതടക്കമുള്ള കൃത്യമായ പാക്കേജുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ വികസനം മുതൽ വന്യജീവി ആക്രമണം വരെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പത്തനംതിട്ടയിലേത്. പക്ഷേ അതൊന്നും പോളിംഗിൽ കാര്യമായി പ്രതിഫലിച്ചില്ല എന്നതാണ് ഇവരെ എല്ലാം ആശങ്കപ്പെടുത്തുന്നതും. 63% പോളിംഗ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും വലിയൊരു കുറവാണ്. ഇത്തരത്തിൽ 10% പോളിംഗിന്റെ ശതമാനത്തിലധികം കുറവ് പോളിംഗിൽ വന്നിരിക്കുന്നു എന്നതാണ് കൂടുതൽ ചിന്തകൾക്ക്, കൂടുതൽ കൂട്ടിക്കിഴിക്കലുകൾക്ക് പത്തനംതിട്ടയിൽ വഴിവെച്ചിരിക്കുന്ന ഒരു പ്രധാന ഘടകം. കാർത്തിക്കിലേക്ക് ഞാൻ വരാം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സാം ചെമ്പകത്തിൽ കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ സാം ചെമ്പകത്തിൽ, പ്രവചനാതീതമായ സാഹചര്യത്തിലേക്ക് പത്തനംതിട്ടയെ എത്തിക്കുന്ന വിധത്തിൽ ഇത്തവണ മത്സരം കടുത്തിരിക്കുകയാണ്. അവിടെ ഏറ്റവും നിർണായകമാവുക, ഈ ഞങ്ങളുടെ റിപ്പോർട്ടർ VR കാർത്തിക് പറഞ്ഞു നിർത്തിയതുപോലെ, ഈ പോളിംഗ് പെർസെൻറ്റേജിൽ വന്നിട്ടുള്ള 10%-ലധികം കുറവ് തന്നെയായിരിക്കുമോ? അത് എങ്ങനെ പ്രതിഫലിക്കും? ആർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നു? ഈ 10% പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഏത് മുന്നണിയെ സ്വാധീനിക്കും, ഏത് മുന്നണിക്ക് ഗുണകരമാകും എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. കാർത്തികിന്റെ ഒരു നിരീക്ഷണം ശരിവെക്കുന്നതാണ് എൻ്റെയും നിലപാട്. കാരണം പത്തനംതിട്ടയിലെ മത്സരം വളരെ സങ്കീർണമാണ്. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ശക്തമായ മത്സരമാണ് പത്തനംതിട്ടയിലുണ്ടായത്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല പത്തനംതിട്ടയിലെ ഒരു പ്രധാന വിഷയമാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ, LDF സർക്കാരിനെതിരെ ഉയർന്ന വലിയ വികാരം, അതിൻ്റെ ഒരു പ്രതികരണം കൂടിയായിരുന്നു കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം. 74% പോളിംഗ് ഉയർന്നത്. അതൊരു വികാരമാണ്, ജനങ്ങളുടെ ഒരു വികാരത്തിന്റെ പ്രതികരണം കൂടിയായിരുന്നു അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രന് 2,97,000 വോട്ട് ലഭിക്കാനിടയായ ഒരു സാഹചര്യം അതാണ്. പക്ഷെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആവേശം, അതായത് എന്തെങ്കിലും ഒരു വിഷയം കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇതിനകത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ഒരു കാരണം ഞാൻ കാണുന്നത് ഈ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ഒരു നെഗറ്റീവ് വശം പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. 3 സ്ഥാനാർത്ഥികൾക്കും പറയുവാൻ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ നെഗറ്റീവ് വശം. ഒന്ന് ആന്റോ ആന്റണി കഴിഞ്ഞ 3 ടേമിൽ ഇവിടെ മത്സരിച്ചു. പക്ഷേ കാര്യമായ ഒരു പത്തനംതിട്ടയിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് UDF പ്രവർത്തകർക്കിടയിൽ തന്നെ അദ്ദേഹം എല്ലാവരുടെയും ഇടയിൽ, പ്രത്യേകിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ പൂർണ്ണമായിട്ട് ഇടപെടുന്നില്ല എന്ന വിഷയം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അതുതന്നെ പ്രാദേശിക തലങ്ങളിൽ പോലും ആന്റോയ്ക്കെതിരെയുള്ള ചെറിയ ചെറിയ വികാര പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പോലും അത് ബാധിച്ചിരുന്നു. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വിരുദ്ധത, പ്രത്യേകിച്ച് നെഗറ്റീവ് വശങ്ങളാണ്. നേരത്തെ കാർത്തിക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ കിട്ടുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ. കൂടാതെ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല തകർത്തു എന്നുള്ള ഒരു പ്രചാരണം വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി CPM ജില്ലാ കമ്മിറ്റിയിൽ പോലും രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരു ജില്ലാ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം 2 നേതാക്കൾ തമ്മിലുള്ള അടിപിടിയിൽ വരെ കലാശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അണികൾക്കിടയിൽ, പ്രത്യേകിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതും അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് വശമായിട്ട് മാറി. അതായത് അനിൽ K. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിലെ BJP നേതാക്കൾക്ക് അത്ര സ്വീകാര്യമായില്ല. അതിന്റെ ഒരു പ്രതികരണമായിരുന്നു. അതായത് കലാശക്കൊട്ടിൽ നിന്ന് തീർത്തും ദുർബലമായിരുന്നു BJP ചെയ്തത്. വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമാണ് കലാശക്കൊട്ടിൽ പങ്കെടുത്തത്. മാത്രമല്ല അനിൽ K. ആന്റണിയുടെ പ്രചരണ പരിപാടികളിലൊക്കെ നേതാക്കന്മാരുടെ വളരെ കുറവ് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ജനങ്ങളുടെ ഇടയിൽ, അണികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഒരു സ്വീകാര്യത ഇല്ലായ്മയാണ് ഈ പോളിംഗ് ശതമാനം കുറച്ച ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആളുകൾ ആർക്ക് വോട്ട് ചെയ്താൽ എന്താണ്, അതുകൊണ്ട് ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന സമീപനം എടുത്ത ആളുകളുണ്ട്, പാർട്ടി ആളുകളുണ്ട്. അതൊരു പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മരിച്ചവരായ ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 29% കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഷെയർ. ഇപ്പോൾ അനിൽ ആന്റണിയെ സംബന്ധിച്ച് അത് നിലനിർത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക താങ്കൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ
BJP-യിൽ നിന്ന് പോകുന്ന വോട്ട് പോളിംഗ് ശതമാനം കുറഞ്ഞുകൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പത്തനംതിട്ടയെ സംബന്ധിച്ച് നിർണായകമാകുമോ? അങ്ങനെ ഒരു ചോർച്ച BJP വോട്ടിൽ സംഭവിക്കും എന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള ഫാക്ടർ ഒന്നും ഇല്ലാത്ത ഈ ഘട്ടത്തിൽ. ഞാൻ മനസ്സിലാക്കുന്ന BJP-യുടെ വോട്ടിൽ ചോർച്ചയിൽ ഒരു നിശബ്ദത ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വോട്ട് ചെയ്യാൻ പോകാതിരുന്നിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ ഉണ്ടായ ഒരു വികാര പ്രകടനം വോട്ടായിട്ട് മാറുകയാണ്. അത് UDF-ന്റെയും LDF-ന്റെയും വോട്ടുകൾ BJP-ക്ക് അനുകൂലമായി, സുരേന്ദ്രന് അനുകൂലമായിട്ട് മാറി. ആ വോട്ടുകൾ UDF-ലേക്ക് LDF-ലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വശം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ സുരേന്ദ്രന് കഴിഞ്ഞ വർഷം ലഭിച്ചതിന്റെ അത്ര വോട്ട് അനിൽ കെ ആന്റണിക്ക് ഇപ്രാവശ്യം ലഭിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ്, ഒരു നിഗമനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. തീർച്ചയായും. മറ്റൊരു പ്രധാന ഘടകം ക്രൈസ്തവ വോട്ടുകളാണ്. ഏതാണ്ട് 40% ക്രൈസ്തവ വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. നേരത്തെ കാർത്തിക് തന്നെ സൂചിപ്പിച്ചു, കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന വലിയ പ്രത്യേകതയുണ്ട്. ഇടതുപക്ഷം അത് വലിയ പ്രതീക്ഷയായി തന്നെ കാണുന്നു. 3 മണ്ഡലത്തിൽ അവരുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ് താനും. അത് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് താങ്കൾ കരുതുന്നു? ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേകത, ഒരു സവിശേഷത എന്ന് പറയുന്നത്, അതായത് ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തിൽ ഒരു സർവേ റിപ്പോർട്ട് വന്നു. സുരേന്ദ്രൻ വിജയിക്കും, 1ാം സ്ഥാനത്ത് എത്തുമെന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ്. ഇത് വന്നതിന്റെ ഫലമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു കേന്ദ്രീകരണം സംഭവിച്ചു. അത് ആന്റോ ആന്റണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് അല്ലെങ്കിൽ അനുകൂലമായ വോട്ടിങ്ങിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആന്റോ ആന്റണിക്ക് 45,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കാനിടയായ ഒരു സാഹചര്യം. അത് കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ വോട്ടുകൾ ആന്റോ ആന്റണിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥിതി കാണാൻ സാധിക്കുന്നില്ല. കാരണം ന്യൂനപക്ഷ വോട്ടുകളിലൊരു വിഭജനം ഉണ്ടാകുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായിട്ട് നിൽക്കില്ല. അത് ഭിന്നമായി പോകുന്നു. അതിൽ ഒരു ചോർച്ചയുണ്ട്. അത് LDF-ലേക്ക് ഒരു ചെറിയ ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട്. UDF-നോടൊപ്പം നിൽക്കുന്ന സ്ഥിതിയല്ല കാണാൻ കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ദയവായി തുടരുക. കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, സംസ്ഥാനത്താകെയും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് നമുക്ക് വ്യക്തമാണ്. തുടക്കം മുതൽ തന്നെ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിൽ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണമായിരുന്നു. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ കടന്നാക്രമണമായൊക്കെ കത്തിപ്പടരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ സാമാന്യ മര്യാദ പോലും ലംഘിക്കുന്ന തരത്തിലൊക്കെ എത്തുകയുണ്ടായി. മണ്ഡലത്തിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം നടന്നത്? അത് ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ ഇടവരുത്തിയിട്ടുണ്ടാകുമോ? അത് ആർക്ക് അനുകൂലമായി വരുമെന്ന് കരുതുന്നു? മറ്റൊന്ന്, ഏറ്റവും വലിയ UDF വേവ് ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണ പോലും 47,000 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ആന്റോ ആന്റണിയെ സംബന്ധിച്ച് കഴിഞ്ഞത്. പലരും 1,00,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ച സമയത്ത് ഇപ്പോൾ അവരുടെ പ്രതീക്ഷ ഏതാണ്ട് 20,000, 30,000 വരെയൊക്കെയുള്ളതാണ് യാഥാർത്ഥ്യബോധത്തോടു കൂടി അവർ നൽകുന്ന പ്രതീക്ഷ. അപ്പോൾ വലിയ വോട്ട് ചോർച്ച അവർ തന്നെ കരുതുന്നു എന്ന് വേണമോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും മറ്റൊരു പുതുമുഖ സ്ഥാനാർത്ഥി, ഒരു ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിൽ ഭൂരിപക്ഷം ഉയർന്നേനെ എന്ന അടക്കം പറയുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസിലുണ്ട്. ആദ്യ തവണ ജയിക്കുമ്പോൾ 1,00,000-ലധികമായിരുന്നു ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷമെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് 44,000-ഓളം എത്തി നിൽക്കുകയാണ്. ഏതായാലും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ആദ്യഘട്ടം മുതൽ ശക്തമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തള്ളിപ്പറഞ്ഞെങ്കിലും SDPI വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി വീണു എന്ന കണക്കുകൂട്ടലാണ് UDF-ന്റെ ആത്മവിശ്വാസത്തിന് ഒരു അടിസ്ഥാനം. മാത്രമല്ല കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ അടക്കമുള്ള മേഖലകളിൽ അതിൽ വലിയൊരു ശതമാനം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ശതമാനം അനുകൂലമായി എന്ന കണക്കുകൂട്ടലാണ് നിലവിൽ UDF-ന് ഉള്ളത്. പക്ഷേ നേരത്തെ നമ്മുടെ അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത് കുറവായിരിക്കും. സ്വാഭാവികമായും അത്തരത്തിലൊരു ധ്രുവീകരണത്തിനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടിയും 60% വരുന്ന വോട്ടുകളെങ്കിലും തങ്ങൾക്ക് അനുകൂലമാകും എന്ന് ആന്റോ ആന്റണിയും UDF ക്യാമ്പും കണക്ക് കൂട്ടുന്നു. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു അടിസ്ഥാനവും. മറ്റൊന്ന്, ആദ്യഘട്ടം മുതൽ തന്നെ LDF-ഉം
ഇത്തരത്തിൽ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രചരണം നടത്തിയിരുന്നു, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിൽ. പക്ഷേ ആ ഘട്ടം മുതൽ തന്നെ എതിർപക്ഷം പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് സമീപകാലങ്ങളിൽ ഉണ്ടായ വിഷയങ്ങൾ, ഒന്ന് ആ പള്ളിയിലുണ്ടായ വിഷയം, സെൻറ്റ് ഫോറൻ ചർച്ചിലുണ്ടായ വിഷയം, അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് റിപ്പോർട്ട്, ഇതെല്ലാം തന്നെ താഴേക്കിടയിൽ ചർച്ചയാക്കി സജീവമായി നിർത്താൻ എതിർ ക്യാമ്പുകൾ ശ്രദ്ധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരായി ആ വികാരം പ്രതിഫലിക്കുമോ എന്ന് ഒരു ആശങ്ക LDF-നുമുണ്ട്. ഏതായാലും അപ്പോഴും CA അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആദ്യഘട്ടം മുതൽ രംഗത്ത് വന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്ന് LDF ക്യാമ്പും കണക്ക് കൂട്ടുന്നുണ്ട്. രേണുക, കാർത്തിക്, ഇവിടെ ഏറ്റവും ഒടുവിൽ തോമസ് ഐസക്കിനെ മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ ഡൽഹിയിലായിരിക്കും കൂടുതൽ സമയം എങ്കിൽ പോലും താൻ ഇവിടെ വീടെടുക്കും, ഇവിടെ ഉണ്ടാകും, എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ പ്ലാൻ ഉണ്ട്. യുവാക്കളെ എങ്ങനെ കാണണം, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയത്തെ എങ്ങനെ ഇടപെടണം എന്നതൊക്കെ ഒരു പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് തോമസ് ഐസക് ആത്മവിശ്വാസത്തോടു കൂടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, കൃത്യമായ അവലോകനം ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത് ക്യാമ്പിൽ നടന്നിട്ടുണ്ടാകും. അവർ ഈ എണ്ണം പറയുന്ന മണ്ഡലത്തിൽ ഒന്ന് പത്തനംതിട്ടയാകും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? തോമസ് ഐസക്കിന്റെ പാർലമെന്റിലേക്കുള്ള ആദ്യ മത്സരം കൂടിയാണ്. ആ നിലയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ കുറച്ചൊക്കെ കാമ്പുള്ളത് തന്നെ എന്ന് നമുക്ക് കരുതാമോ? ഏതായാലും അവരുടെ ശുഭപ്രതീക്ഷകൾക്ക് ഒരു അടിസ്ഥാനമുണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. കാരണം ഒരു ഹാട്രിക് വിജയം നേടിയ ആ MP മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്ന തരത്തിൽ ആദ്യഘട്ടം മുതൽ പ്രചരണം സജീവമായി നിലനിർത്താൻ LDF ക്യാമ്പിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും തോമസ് ഐസക്കിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ വ്യക്തിപരമായി ആൻ്റണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമോ ഏതെങ്കിലും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കൊണ്ടുവരാൻ സാധിച്ചില്ല, MP എന്ന നിലയിൽ ഫണ്ട് പൂർണ്ണമായി വിനിയോഗിക്കാൻ സാധിച്ചില്ല, അത്തരത്തിലെല്ലാം ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ തിരുവല്ല അടക്കമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ, അതായത് കോൺഗ്രസ് വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിൽ വീഴും എന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ്. എന്തായാലും അവസാന മിനിറ്റുകളിലേക്കാണ്. നമുക്കൊപ്പം സാം ചെമ്പകത്തിൽ തുടരുന്നുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സാം ചെമ്പകത്തിൽ. നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്തവണ പത്തനംതിട്ടയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരു മാറ്റത്തിനാണ് എന്ന് നമുക്ക് കരുതാം. LDF-ന് അനുകൂലമായിട്ടൊരു നേരിയ പ്രതീക്ഷ കാണാം. പക്ഷെ അത് പൂർണ്ണമായിട്ടത് യാഥാർത്ഥ്യമാവുമോ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിലും LDF-ന് അനുകൂലമായ കുറേ ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് 7 നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയം, കൂടാതെ കേരള കോൺഗ്രസ് M-ന്റെ LDF-ലേക്കുള്ള വരവ്, തോമസ് ഐസക്കിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ആളിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ അവർക്ക് അനുകൂല ഘടകങ്ങളാണ്. പിന്നെ UDF-നെ സംബന്ധിച്ച് UDF ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും തീർത്തും ദുർബലമായി വരുന്ന സ്ഥിതിവിശേഷം, ആൻ്റണിക്കെതിരെയുള്ള ചെറിയ വികാരം ഇതൊക്കെ LDF-ന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. അതൊക്കെ വോട്ടായി മാറിയാൽ തീർച്ചയായിട്ടും LDF-ന് ഒരു സാധ്യതയുണ്ട്. അതേസമയത്ത് തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട UDF-ന്റെ ഒരു ഉരുക്ക് വോട്ടയായിരുന്നു. 1,11,000 ഭൂരിപക്ഷം 1,11,000 തുടങ്ങിയതാണ് 2009. എല്ലാ ദേശീയ തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ട ജനങ്ങൾ കഴിഞ്ഞ 3 ദേശീയ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കുമോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഫലം വന്നതിന് ശേഷം അറിയാൻ പറ്റുകയുള്ളൂ. അന്തിമ ഫലം വന്നതിന് ശേഷമേ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഇടതിന് അനുകൂലമായ ഒരു പ്രതീക്ഷ വെക്കാവുന്ന മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട എന്നതാണ് ഇപ്പോൾ നമുക്കൊപ്പം സംസാരിച്ച സാം ചെമ്പകത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് അവിടെ മണ്ഡലം നൽകുന്നുണ്ട്. ശക്തമായ വിരുദ്ധ വികാരം അവിടെ സിറ്റിംഗ് MP ആയിട്ടുള്ള ആൻ്റണിക്കെതിരെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ്. അതും ഈ ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 29% വോട്ട് 2019 നേടിയ BJPക്ക് അത് നിലനിർത്താനാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അനിൽ ആന്റണി അവിടെ ആ നിലയിൽ ഒരു പെർഫോമൻസ് നടത്തിയോ എന്നതിലും അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് നമ്മൾ പരിശോധിച്ച 2 മണ്ഡലങ്ങൾ, ഒന്ന് കൊല്ലവും ഒന്ന് പത്തനംതിട്ടയും, അതിൽ ഒന്ന് എന്ന നിലയിലാണ്. ഒന്ന് UDF-നൊപ്പം നിൽക്കുന്നു കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ പത്തനംതിട്ട അത് ഇടത്തേക്ക് ചായും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്ന അതിഥികളും ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നടത്തിയ കാർത്തികും സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ജൂൺ 4 വരെ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
Political Grand Finale. Co-presented by Berger Paints. 100 years of trust. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ശക്തിപ്പെടുത്തണം.